പ്രിയമുള്ളവരെ, ഇന്ന് പൊതുവെ എല്ലാ രക്ഷിതാക്കളും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള വല്ലാത്ത ആശങ്ക. മക്കളുടെ ചിന്തകളെക്കുറിച്ചാണ്. ഒരു ലക്ഷ്യബോധമല്ല എന്നുള്ള രൂപത്തിലേക്ക് അവരൊക്കെ ഇന്നത്തെ ഒരു ന്യൂ ആൽഫാജൻ, ഒരു പാരലൽ വേൾഡിൽ, മറ്റൊരു ലോകത്ത് അവരുള്ളത് എന്നുള്ളത്. അത് അധ്യാപകരാണെങ്കിലും സമൂഹം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പുതിയ കാല വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു തെറിയാഭിഷേകങ്ങളൊക്കെ ആയിട്ട് പലതും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം എവിടേക്കോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും അറിയാം ആ വ്യക്തിത്വം ഇന്നതാണെന്നുള്ളത്. പക്ഷെ ആ തൊപ്പി എവിടെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് നമ്മുടെ വീട്ടിലേക്കുള്ള കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ തടിച്ചുകൂടി അതിന് വേണ്ടിയൊരു ആവേശം കൊള്ളുന്നൊരവസ്ഥ, അതിൽ അഡിക്റ്റ് ആയിക്കുന്നൊരവസ്ഥ. അതിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് വേണമെങ്കിൽ ചെറിയൊരു മാറ്റമാണ്, ഒരു അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹനാൻഷയുടെ പാട്ട് കേട്ടുകൊണ്ട് ഇതേപോലെ ഹനാൻഷ ജീവിതം ഒരു പാട്ട് ജീവിതമാക്കി മാറ്റി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയുടെ ആശങ്കകളെക്കുറിച്ച് രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് കാണാതെ കേൾക്കാതെ നിൽക്കാൻ പറ്റുമോ? വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയല്ലേ ഈ രൂപത്തിലേക്ക് അവർക്ക്, ഈ യുവാക്കളിലൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ഭക്ഷണത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പാർപ്പിടത്തിൻ്റെയോ മറ്റ് പ്രതിസന്ധികളൊന്നും അറിയുന്നില്ല. അവർ ആകെയുള്ളന്നത്തെ ഒരു പ്രതിസന്ധി എന്താ? അവരെ കയ്യിലുള്ള ഇൻ്റർനെറ്റ് ഒന്ന് പോയാൽ, വൈഫൈ ഒന്ന് കട്ടായാലാണ് അവർക്ക് ആകെയുള്ളൊരു പ്രതിസന്ധി. മറ്റൊരു പ്രതിസന്ധി അറിയുന്നില്ല. അതുകൊണ്ട് ആർമാദങ്ങളിലാണ് ഓൾമോസ്റ്റ് എല്ലാവരും. അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയാണ് രക്ഷിതാക്കൾക്ക്, സമൂഹത്തിന് പ്രതീക്ഷയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് പറയാൻ കാരണം, ഗാല എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വെസ്റ്റ് ജില്ല SSF സംഘടിപ്പിച്ച ഗാല എന്ന് പറയുന്നൊരു പരിപാടി കാണുകയുണ്ടായി. എന്താ അതിൻ്റെ ഓർഗനൈസേഷൻ, സംഘാടന മികവുകളൊക്കെ. കുട്ടികൾക്ക് കൃത്യമായിട്ട് ലക്ഷ്യബോധം നിർണ്ണയിച്ചു കൊടുക്കുക. സ്കൂൾ തലങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വരും ഭാവിയിലേക്ക് ഓരോ ഷോർട്ട് ടേം ഗോളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ +2 SLC +2 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അവരെ വലിയ ഓഡിറ്റോറിയത്തിൽ വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് എല്ലാ ലക്ഷ്യമില്ലാതെ ഒരുമിച്ച് കൂടുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ലക്ഷ്യബോധത്തെ നിർണ്ണയിച്ചു കൊടുക്കുന്ന രൂപത്തിൽ കളികളും തമാശകളും ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ വലിയൊരു കൂട്ടായ്മ. അവരെ വളരെ സാഗൂതം ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് അധ്യാപകർ, എന്താണ് രക്ഷിതാക്കൾ, ഇവരുടെ മനസ്സിലേക്ക് രക്ഷിതാക്കളോടുള്ള ആ ഒരു സ്നേഹം, ബഹുമാനം, ആദരവ് വിട്ടുകൊടുക്കുകയാണ്. അധ്യാപകരോടുള്ള, സമൂഹത്തിനോട് നിർണ്ണയിക്കേണ്ട ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ജില്ലകൾ 6000-ലധികം വരുന്ന യൂണിറ്റുകളായിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെയാണ് യുവാക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആവലാതികളും പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഇടത്ത് തന്നെയാണ് 6000-ലധികം വരുന്ന പ്രദേശങ്ങളിൽ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യബോധത്തിലേക്കുള്ള വിത്തുകൾ അവർ ഹൃദയത്തിൽ പാകിക്കൊണ്ട് എല്ലാ ജില്ലകളിലും 2-3 പ്രോഗ്രാമുകൾ വലിയ ഓഡിറ്റോറിയത്തിൽ അവർ കൺകുളിർമകളിലൂടെ ഇൻ്റർനെറ്റിൻ്റെ മായാലോകത്തിലൂടെ പോകുമ്പോൾ തന്നെ ആ മായാലോകത്തിലൂടെ നന്മയുടെ തിരുനാളങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന പ്രോഗ്രാമുകൾ പറഞ്ഞാൽ അവസാനിക്കാത്ത വാക്കുകൾ. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നെഞ്ചുറപ്പുണ്ടോ നേരിൻ്റെ പക്ഷത്ത് നിൽക്കാൻ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആവേശം അല്ലേ, വലിയ പ്രതീക്ഷയല്ലേ അത് കേൾക്കുമ്പോൾ? രക്ഷിതാക്കളായ ഞങ്ങൾക്കൊക്കെ അല്ലേ, സമൂഹത്തിന് കേൾക്കുമ്പോൾ വലിയ പ്രതീക്ഷയല്ലേ? ചോരത്തുടിപ്പുള്ള യുവത്വം തുളുമ്പുന്ന ആ യുവത്വത്തിൻ്റെ ചാബല്യങ്ങളിൽ പോലും ഞങ്ങൾ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മക്കും പ്രതീക്ഷയാണ്, സമൂഹത്തിന് പ്രതീക്ഷയാണ്, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് ആ കുട്ടികൾ ഒരുമിച്ച് ആവേശത്തോടു കൂടി പറയുന്ന വാക്കുകളെ കേൾക്കണ്ടേ നമ്മൾ? നമ്മുടെ മക്കൾക്ക് പ്രതീക്ഷയായിട്ടൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 2-3 പ്രോഗ്രാമുകളായിട്ട് ഒരുമിച്ച് കൂടാണ് യുവാക്കൾ. നമ്മുടെ മക്കളൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാക്കണം, നല്ല കൂട്ടായ്മയുടെ ഭാഗങ്ങളാക്കണം. നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷ അസ്തമിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും അത്തരം പ്രോഗ്രാമുകൾ കാണണം, അത്തരം പ്രോഗ്രാം നമ്മുടെ മക്കളുടെ ഭാഗമാക്കണം. അവരിൽ തന്നെയാണ്, ഈ പുതിയ യുവ ജനറേഷനിൽ തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് യുവത്വം വിജയിക്കട്ടെ, മുന്നേറട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി കൈകോർക്കാം അല്ലേ? എല്ലാവിധ നന്മകളും നേരുന്നു. ഞാൻ കഴിഞ്ഞ വെസ്റ്റ് ജില്ലാ ഗാല SSF ഗാല പ്രോഗ്രാം കണ്ടപ്പോഴാണ് ഈ ഒരു ആവേശത്തിൽ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയത്. അത് പങ്കുവെക്കാമെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഏതായാലും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്.